ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മളിത് ഔട്ട്ഡോർ വണ്ടി ഓടിക്കാൻ പോവുകയാണ്. നമ്മുടെ MJ-Xന്റെ ഹൈപ്പർഗോ. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ബ്രിൻഡോയാണുള്ളത്. അപ്പോൾ ബ്രിൻഡോയുടെ അത്യാവശ്യം RC-യുടെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിയാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് പുള്ളിയുടെ ട്രാക്സിൻ്റെ സമ്മിറ്റ് എന്ന് പറഞ്ഞൊരു അടിപൊളി വണ്ടിയുണ്ട്. അതൊരു ഹ്യൂജ് വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയും നമ്മുടെ MJ-Xും കൂടെ ആയിട്ട് നമ്മളിന്ന് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാം. നമുക്ക് അവിടെ അത്യാവശ്യം ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം രണ്ട് വണ്ടിയും. ഓക്കെ. അപ്പോൾ ഗൈസ് ബ്രിൻഡോബ്രോ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെക്കാളും 10 മിനിറ്റ് മുന്നേ പുള്ളി എത്തിയിട്ടോ. അപ്പോൾ നമുക്കിത് പയ്യെ നൈസായിട്ട് ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ട് ലൊക്കേഷൻ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഇറക്കി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ കൂടെയുള്ളത് ട്രാക്സിൻ്റെ സമ്മിറ്റും പിന്നെ നമ്മുടെ MJ-Xന്റെ ഹൈപ്പർഗോയാണ്. അതിന് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. ചെറിയ മുറ്റത്തോ നമുക്ക് അങ്ങനെയുള്ളൊരു ചെറിയൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയിലും നമുക്കത് അങ്ങനെ അത്രയധികം സെറ്റപ്പായിട്ട് ഓടിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ നമ്മൾ ബ്രിൻഡോബ്രോ ഇവിടെ വന്നിട്ടുണ്ട്. ബ്രിൻഡോനെ കാണിച്ചു തരാം. ബ്രോ ഒരു ഹായ് പറഞ്ഞ്. എന്നാണ്ട് വിശേഷം? ഇത് ട്രാക്സിൻ്റെ സമ്മിറ്റ് അല്ലേ? ഇത് എത്ര സ്കെയിൽ വരുന്നത്? 1:10. ഓ, അപ്പോൾ അത് 1:10 ആണല്ലോ നമ്മുടെ ഹൈപ്പർഗോയും വരുന്നത്. സ്കെയില് വണ്ടിയുടെ ഒറിജിനൽ സൈസിന് വ്യത്യാസം വരുന്നതല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇറക്കിയാലെന്നാ വെയിലാവും. അപ്പോൾ അതേ നമ്മുടെ ഒരു വണ്ടി ഇവിടെ നമ്മൾ പെട്ടിക്കകത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വണ്ടി ഉള്ളത് നമ്മുടെ ഇതാട്ടോ. ഇത് അത്യാവശ്യം ഹ്യൂജ് സൈസാണ്, ഒരു രക്ഷയില്ല. ടയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ വണ്ടിയേക്കാളും നല്ല വലുപ്പവും പിന്നെ റിം സൈസും കാര്യങ്ങളും എല്ലാം അതെ. അപ്പോൾ ഇത് നമുക്ക് രണ്ട് വണ്ടിയും കൂടെ നിറക്കി ഓടിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടത് നമ്മുടെ സമ്മിറ്റിനെ നമ്മളിതേ പൊക്കി പയ്യെ നൈസായിട്ട് ഇറക്കാൻ പോകാം. ഹ്യൂജ് സാധനം കേട്ടോ. ഏകദേശം ഒരു 10 കിലോ അടുത്ത് വരില്ല ബ്രോ. നമ്മുടെ വണ്ടി നമ്മളിത് പയ്യെ എടുക്കാൻ പോവാണ്. അവിടെ വണ്ടി ഓടി തുടങ്ങി. നമ്മുടെ വണ്ടി നമ്മളിത് ഇപ്പം തന്നെ ട്രാൻസ്മിറ്റർ ഒന്ന് എടുക്കട്ടെ, ഓണാക്കി. നമ്മുടെ വണ്ടിയും പെയറായി. ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്ന ലൈറ്റ് സ്റ്റഡി ആയിട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് രണ്ട് വണ്ടി നമ്മളിത് ഗ്രൗണ്ടിൽ ഇറക്കി കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്ലോസ് വിഷ്വലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഒരു രക്ഷയില്ല. സമ്മിറ്റ് ഇവിടെ തകർക്കുവാണ്. നമ്മുടെ വണ്ടിയും ഏകദേശമൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അത്യാവശ്യം കണ്ടോ, അത്യാവശ്യം നല്ല കട്ടിക്കാ മണ്ണും കാര്യങ്ങളൊക്കെ കിടക്കണേ. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം സെറ്റപ്പായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ട്രാക്സിൻ്റെ സമ്മിറ്റും നമ്മുടെ ഹൈപ്പർഗോയും നമ്മുടെ സൈസ് ഡിഫറൻസ് കണ്ടോ? അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമുക്കിത് ഇതിൽ ഇറക്കിയിട്ട് നല്ല ഫണ്ണാട്ടോ. രണ്ട് വണ്ടിയും അടിപൊളി ഫണ്ണാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ കൊടുത്ത് കാണിച്ചു തരാം കേട്ടോ.
പൊളി. എൻ്റെ മോന്. അപ്പോൾ നമ്മളിത് സബ്മിറ്റ് ആട്ടോ ജസ്റ്റ് ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ലോ ഗിയർ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല സ്മൂത്താണ് വണ്ടി. അപ്പോൾ നമ്മുടെ ഏകദേശം ഔട്ട്ഡോർ റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഭയങ്കരമായിട്ട് ഡസ്റ്റ് ആവും. അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കഷ്ടപ്പാടുള്ളൊരു കാര്യം. ഇത് നോക്കി വണ്ടിയുടെ കണ്ടീഷൻ, പൊടി മയമാണ്, ഒരു രക്ഷയില്ല. ഏറ്റവും പാട് ടയർ ക്ലീൻ ചെയ്യാനാണ്. അത് നമ്മൾ മിക്കവാറും ബ്രഷൊക്കെ ചെയ്ത് ഒരുവിധം സെറ്റാക്കേണ്ടി വരും. നമ്മുടെ വണ്ടി ഇത് ഫുള്ള് ഡസ്റ്റാട്ടോ. ഇതാണ് നമുക്കിനി ചെന്നിട്ടുള്ള മെയിൻ പരിപാടി. നമ്മുടെ ഇതാട്ടോ, ഒരു 1/4 മണിക്കൂർ എന്തായാലും ഇതിൻ്റെ പുറകെ നിൽക്കേണ്ടി വേണ്ടി വരും. വേണ്ട വേണ്ട, നമ്മുടെ ഇപ്പോൾ റിമോട്ട് കാറിൽ നമ്മൾ സാൻഡ് മോഡ് എത്തിയാൽ പരീക്ഷിച്ചല്ലോ. അപ്പോൾ ഓക്കെ എന്നാ, ബൈ, അടുത്ത ദിവസം കാണാം, ബൈ. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ വണ്ടിയുടെ ഒരു ക്ലോസ് വ്യൂ ഇതാട്ടോ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലോട്ടായി വണ്ടി. ടയറൊക്കെ കണ്ടോ, ഒരു രക്ഷയില്ല, കട്ട ചെളിയും പൊടിയാണ്. ചെളിയെന്ന് പറയാൻ പറ്റില്ല, പൊടി. അപ്പോൾ ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ല തലവേദന പിടിച്ച പരിപാടിയാണ്. അതൊക്കെ നമുക്ക് കടയിൽ പോയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് കടയാന്നുള്ള കാര്യം, സെറാമിക് കോട്ടിങ്ങിൻ്റെ. അപ്പോൾ നമ്മുടെ ദേ ടർട്ടിൽ മാക്സിൻ്റെ ഒരു ടയർ ഫോം ക്ലീനർ ഉണ്ട്. അത് വെച്ചിട്ട് ദേ ഇങ്ങനെ നൈസായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരു 10-20 സെക്കൻഡിനുള്ളിൽ ആ ചെളിയും കാര്യങ്ങളൊക്കെ ഇളകി വന്നോളും. ആ കൂടെ പയ്യെന്ന് ബ്രഷും കൂടെ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റാട്ടോ. ഇതുപോലെ പയ്യെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു മൈക്രോ ഫൈബറിനെ അങ്ങ് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം ദേ ഫുൾ ക്ലീൻ സെറ്റാണ്. അപ്പോൾ നമ്മൾ ഓരോ റൈഡ് ചെയ്യുമ്പോഴും നമ്മളിത് ഇതുപോലെ ക്ലീൻ ചെയ്യും. ഷോക്കും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ വണ്ടി ആ ഒരു പക്ക കണ്ടീഷനായിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ ആ ഉൾഭാഗം എല്ലാം നമുക്ക് ഇതേ കണ്ടോ, സെർവോയും അവിടെ എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യണം. മൊത്തം പൊടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളൊരു വണ്ടി പുറത്തിറക്കിയുള്ള അവസ്ഥ. അപ്പോൾ എനിക്ക് ജസ്റ്റ് പറയാനുള്ളത്, ഹോബി ഗ്രേഡ് വണ്ടികളൊക്കെ എടുക്കുന്നവർ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എടുക്കാൻ. കാരണം വണ്ടി നമ്മൾ ഇതുപോലുള്ളൊരു സ്ഥലത്തൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഇതുപോലെ ക്ലീൻ ചെയ്യാനും മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ബാക്കിയെല്ലാം അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. എൻ്റെ ഫോൺ ബ്രോഡ് അല്ല അവിടെ വെച്ച്